നന്മകളോർക്കുമ്പോൾ പാടിടും സ്തുതി ഗീതങ്ങൾ. നീ എനിക്കു ചെയ്ത നന്മകളോർക്കുമ്പോൾ പാടിടും സ്തുതി ഗീതങ്ങൾ. ആകുല നേരത്തിൽ ആനന്ദ ഗാനങ്ങൾ പാടി ഞാൻ ആശ്വസിക്കും. ആകുല നേരത്തിൽ ആനന്ദ ഗാനങ്ങൾ പാടി ഞാൻ ആശ്വസിക്കും. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം. നീ എന്റെ രക്ഷകൻ, നീ എന്റെ പാലകൻ, നീ എനിക്ക് അഭയസ്ഥാനം. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. നീറുന്ന ഹൃദയമായിട്ട് വന്നവർക്ക് നന്മയുടെ നീരുറവയെ പകർന്നോ ഇന്ന് വർക്കാലം അയക്കാൻ പോകുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ തലകളെ ഒരു നിമിഷം നീറുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നല്ല കർത്താവ്. ഹല്ലേലൂയ. പീഡിതന്മാർക്ക് ആശ്വാസം കൊടുക്കുന്നവർ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല കർത്താവിന്റെ സന്നിധി നമ്മുടെ തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വർഗ്ഗീയ പിതാവേ, നമുക്ക് ഒന്നിച്ചൊരു പ്രാവശ്യം കൂടി അങ്ങേ വാഴ്ത്തുവാൻ സ്തുതിപ്പാൻ ഞങ്ങളെ കൂട്ടിവരുത്തിനാൽ അങ്ങനെയോടെ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ അവിടുത്തെ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്ന കർത്താവേ സ്തോത്രം. വചനം ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് ബുദ്ധി തന്നില്ലെങ്കിൽ, അങ്ങ് ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ തുറന്നില്ലെങ്കിൽ അവിടുത്തെ വചനത്തിൽ നിന്നൊന്നും ഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് കഴിയില്ല കർത്താവേ. ഇന്ന് കാലം വചനം കേൾപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. ലുദിയായുടെ ഹൃദയം തുറന്ന കർത്താവേ, ഇന്ന് കാലം ഞങ്ങളുടെ ഓരോരുത്തരെയും ഹൃദയം തുറക്കണം കർത്താവേ. വചനത്തിന്റെ മർമ്മങ്ങൾ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ഇന്ന് കാലം പരിശുദ്ധാത്മാവ് എഴുതി വെക്കണമേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അടിയൻ ബലഹീനനാണ്, കർത്താവിന്റെ കൃപയാൽ നിറയ്ക്കണം. ക്രൂശിൽ മറയുന്നു, രക്തത്തിൽ ആശ്രയിക്കുന്നു. യേശു ക്രിസ്തുവിനുള്ള നാമത്തിൽ ഇവിടെ കടന്നത് എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെല്ലാം പല വീട്ടിൽ ജനിച്ചവരാണ്, പല സ്ഥലങ്ങളിൽ ജനിച്ചു. പക്ഷേ എന്റെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെല്ലാം പോകുന്ന ഒരു വീട്ടിലേക്ക്. അനേക സ്ഥലങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട നാം നമ്മളെ ഒറ്റ വീട്ടിലേക്ക് കർത്താവ് തെരഞ്ഞെടുത്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ നമ്മെ വിളിച്ചവരാണ്. കർത്താവിനെ നന്ദിയോടെ നമുക്ക് പാടി സ്തുതിപ്പാൻ ദൈവം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. അതിനകത്ത് ആദ്യം പാടിയ പാട്ടുണ്ട്, വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ, ആയവൻ അരുളിയ രക്ഷയൻ മഹിമയ്ക്കായി കിരീടങ്ങൾ ആടിയിട്ടു. സ്വർഗത്തിലെ ഒരു ആരാധനയുടെ രംഗം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നതാണ്.
ആ പാട്ടിൽ വിവരിച്ചിരിക്കുന്നത്. മൂപ്പന്മാർക്ക് സിംഹാസനം കിട്ടി, 24 മൂപ്പന്മാര് സിംഹാസനം കിട്ടി. അവർക്ക് എന്ത് കിട്ടി? വേറെ കിരീടങ്ങളും കിട്ടി. അവരങ്ങനെ ആ വേഷഭൂഷാദികളോട് അവരുടെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ അവിടെ ഏതാ അറുക്കപ്പെട്ട കുഞ്ഞാട് പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ സംഭവിച്ചതെന്നറിയാമോ? അവർ സിംഹാസനങ്ങൾ വിട്ടു, പ്രൈസ് ഗോഡ്, കിരീടങ്ങൾ ഊരി മാറ്റിവെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നെടുമ്പാട് വീണിട്ട് അവര് കണ്ണുനീരോടെ കർത്താവിനെ സ്തുതിക്കുന്ന എന്താണ്? കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. സ്വർഗത്തിൽ ഏറ്റവും വലിയ കാര്യം എന്താണ് പ്രിയപ്പെട്ടവരെ? നമുക്ക് കിട്ടാൻ പോകുന്ന കിരീടങ്ങളോ നമുക്ക് കിട്ടാൻ പോകുന്ന സിംഹാസനമോ ഒന്നും അല്ല. സ്വർഗത്തിലെ ഏറ്റവും വലിയ കാര്യം അവിടെ എന്താണ്? സ്വർഗത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണ്? അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ സാന്നിധ്യമാണ് സ്വർഗത്തെ സ്വർഗമാക്കുന്നത്. അറുക്കപ്പെട്ട കുഞ്ഞാട് സ്വർഗത്തിൽ ഇല്ലെങ്കിൽ സ്വർഗവും പ്രിയപ്പെട്ടവരെ നരകമാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിൽ സ്വർഗം സ്വർഗമല്ല. നമുക്ക് കിട്ടാൻ പോകുന്നതൊക്കെ അതിൽ കുറഞ്ഞ കാര്യങ്ങളാണ്. ഏറ്റവും വലിയ കുഞ്ഞാടാണ്. എന്തുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു? അവിടുത്തെ സ്വച്ഛ സ്ഫടിക തങ്ക വീതി ഓർത്തിട്ടായിരിക്കരുത്. അവിടെ കിട്ടാൻ പോകുന്ന സുഖ ലോലുപത ഓർത്തിട്ടായിരിക്കരുത്. പിന്നെ വീണ്ടെടുത്ത കർത്താവ് അവിടെ ഉള്ളത് കൊണ്ട് അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾ ആ ദൈവ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. ഈ ഇങ്ങനെയുള്ള ഒരു എക്സ്ക്ലൂസീവ് സ്നേഹബന്ധമാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ ഇന്ന് അനേകർ കർത്താവിനെ വേണ്ട, കർത്താവിൽ നിന്ന് ലഭിക്കുന്ന നന്മയും വിടുതലും മാത്രം പലർത്തുന്നത്. ആ കാഴ്ചപ്പാട് മാറ്റിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും എന്റെ കർത്താവിനെ മതി എന്നുള്ള ആഗ്രഹത്തോടെ ക്രിസ്ത്യൻ ജീവിതം നാം ചെയ്യണം. പ്രൈസ്. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. സ്വർഗത്തിൽ നാം ചെല്ലുമ്പോ നമുക്കറിയാം, സ്വർഗത്തിലെ സാറാഫുകൾ, കെരൂബുകൾ ഒക്കെ ഇങ്ങനെ കർത്താവിനെ പരിശുദ്ധൻ 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 എന്ന് വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. പക്ഷേ നമ്മൾ അവിടെ ചെന്നിട്ടൊരു പാട്ട് തുടങ്ങുമ്പോ സ്വർഗത്തിലെ സകല ഗായകരും അവിടെ പാട്ട് നിർത്തും. കാരണം എന്താണെന്നറിയാമോ? അവര് പാടാത്ത ഒരു പാട്ട് നമ്മൾ പാടും. ആ പാട്ട് ഏതാണെന്നറിയാമോ? വീണ്ടെടുപ്പിൻ ഗാനം. അതാണ് പാട്ടുകാരൻ പറയുന്നത്. വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിണ്ഡൂതർക്കും പാടാം അസാധ്യമേ അത്, വിണ്ഡൂതർക്കും പാടാം അസാധ്യമേ അത്. കാൽവറി ഗിരിയിൽ കാൽകരം തുളച്ച, കാൽവറി ഗിരിയിൽ കാൽകരം തുളച്ച കുഞ്ഞാടം പ്രിയനേ, സ്നേഹമെൻ ഗാനമേ, കുഞ്ഞാടാം പ്രിയനേ, സ്നേഹമെൻ ഗാനമേ, യേശുവിൻ സ്നേഹത്താൽ. Thank you, Master. We praise you. We love you, Jesus. ഹായത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ഹായത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ, ആയതിൻ ധ്യാനമേ ജീവിത ഭാഗ്യമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ സ്നേഹമാധുര്യം ചിന്താരിതമത്രേ, സ്നേഹമാധുര്യം ചിന്താരിതമത്രേ. നാം സ്വർഗത്തിൽ ഈ വീണ്ടെടുപ്പിന്റെ പാട്ട് പാടുമ്പോ സ്വർഗത്തിലെ സകല ഗായകരും ദൂതന്മാരും സാറാഫുകളും കെരൂബുകളും അവരുടെ പാട്ട് നിർത്തും. കാരണം അവർക്ക് ഏറ്റുപാടാൻ കഴിയാത്ത ഈരടിയാണ് വീണ്ടെടുപ്പിന്റെ ഗാനം. കാരണം അവരെ വീണ്ടെടുപ്പാൻ ദൈവം ഒന്നും ചെയ്തില്ല. ദൂതന്മാരെ വീണ്ടെടുപ്പാൻ ദൈവം ഒന്നും ചെയ്തില്ല. ദൂതപ്രമുഖനായിരുന്ന ലൂസിഫർ
പാപം ചെയ്യുമെന്ന് ഹൃദയത്തിൽ ചിന്തിച്ച അതേ നിമിഷം അവനെ ദേവപർവ്വതത്തിൽ നിന്ന് തട്ടി അവന്റെ സ്ഥാനത്ത് നിന്ന് അവനെ താഴെ കളഞ്ഞു. എന്നിട്ട് ദൈവം നിത്യ നരകം അവന് വേണ്ടി ഒരുക്കി വെച്ചു. മനുഷ്യന് വേണ്ടിയല്ല നരകം ഒരുക്കിയത്. ആ ഹല്ലേലൂയ സ്തോത്രം. പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി. എപ്പോൾ ദൂതപ്രമുഖനായവൻ, ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരുന്ന ഒരു ഹല്ലേലൂയ സൃഷ്ടിയായിരുന്നു ലൂസിഫർ. അത് അവനെ മാനിക്കാതെ അവൻ പാപം ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോൾ അവനെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിത്യ നരകം അവന് വേണ്ടി ഒരുക്കി. എന്നാൽ തന്റെ സൃഷ്ടിയായ മനുഷ്യൻ പാപം ചെയ്യുമെന്ന് ചിന്തിക്കുകയല്ല, പാപം ചെയ്ത് കഴിഞ്ഞിട്ടും അവന് വേണ്ടി വേറൊരു നരകമല്ല ദൈവം ഒരുക്കിയത്, അവന് വേണ്ടി കാൽവറി ഒരുക്കി. ഈ പാട്ട് ദൂതന്മാർക്ക് പാടാൻ പറ്റത്തില്ല. കാരണം ആ ദൂതപ്രമുഖനും അവനോട് കൂടെ പോയ ദൂതന്മാർക്ക് വേണ്ടി നരകമാണ് ഒരുക്കിയത്. നമുക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ വീണ്ടെടുപ്പൊരുക്കി. സ്വർഗത്തിൽ നിന്നും ചെന്ന് നമ്മൾ പാടാൻ പോകുന്നത് ഈ വീണ്ടെടുപ്പിന്റെ ഗാനമാണ്. ഈ പാട്ട് പാടുമ്പോൾ ദൂതന്മാർ നിശബ്ദരാകും. അവർക്ക് ഈരടികൾ ഏറ്റുപാടുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മെ മാത്രമാണ് കർത്താവ് വീണ്ടെടുത്തത്. ഈ ബൈബിളിലെ ഏക മെസ്സേജ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വീണ്ടെടുപ്പ്. ബൈബിളിലെ ഏക ഹീറോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ ഈ ബൈബിളിൽ. ഈ ബൈബിളിന്റെ ഏത് പേജുകൾ എടുത്താലും, ഒരു ദേവദാസൻ പറഞ്ഞത്, ഇതിന്റെ ഓരോ പേജുകൾ കീറി നോക്കിയാലും വീണ്ടെടുപ്പിന്റെ രക്തത്തിന്റെ നനവതിലുണ്ടായിരിക്കുമെന്ന്. അതൊരു ഉപമയായിട്ട് പറഞ്ഞതാണ്. ആരും പുസ്തകം പോയി കീറി നോക്കരുത്. ഇതിന്റെ ഓരോ പേജുകളിലും വീണ്ടെടുപ്പിന്റെ രക്തത്തിന്റെ നനവുണ്ടെന്ന്. വീണ്ടെടുപ്പെന്ന ഒരേ ഒരു വിഷയം മാത്രമാണ് ഈ ദൈവവചനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം വലിയൊരു ചെലവ് ചെയ്തു. അതെഴുതി നമ്മുടെ കയ്യിലൊക്കെ ദൈവം തന്നിരിക്കുകയാണ്. ഈ ദൈവവചനം നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കും. ഇന്നലെ ഞാൻ ദൈവദാസനുമായിട്ട് ഷെയർ ചെയ്തു. നമ്മളിന്ന് ഇത് ഈസി ആയിട്ട് ചുമക്കൊണ്ട് നടക്കുന്നു. വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ഈ വചനവുമായിട്ട് നാം നടക്കുന്നു. നാം ഒരു കാര്യം മറന്നു പോകരുത്. ഇത് നമ്മൾ കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടന്നതിന് തലഛേദിക്കപ്പെട്ടവരുണ്ട്. ദീർഘവർഷങ്ങൾ ജയിലിൽ കിടന്നവരുണ്ട്. വളരെ മൃഗീയമായ രീതിയിൽ കൊല്ലപ്പെട്ടവരുണ്ട്. ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ഈ വചനമായിട്ട് ദൈവം നമ്മെ നടക്കുവാൻ ഒരിക്കലോർത്താൻ ദൈവത്തെ ഇതിനുവേണ്ടി അനേകം ജീവൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓർക്കുന്ന ഇത് വളരെ ഹല്ലേലൂയ സ്തോത്രം നിസ്സാരമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. നോ, ദൈവവചനം ജീവനുള്ളതാണ്, ശക്തിയുള്ളതാണ്, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമാണ്. ഈ ദൈവവചനമാണ്. ഈ ദൈവവചനത്തിൽ നാം ഉറയ്ക്കാമെങ്കിൽ, പിന്നെ ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ, ഈ ദൈവവചനത്തിലും ദൈവസ്നേഹത്തിലും നാം ഉറയ്ക്കാമെങ്കിൽ ലോകത്തിൽ നമ്മുടെ നഷ്ടങ്ങളോ ഭാരങ്ങളോ സാരമില്ല എന്നുള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഞങ്ങൾ കുടുംബമായിട്ട് കൃപയ്ക്ക് വേണ്ടി യാചിച്ചു. ഞങ്ങളെ ദൈവം ബലഹീനതയിൽ കൂടി കടത്തിവിട്ടു. എന്നിട്ട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികച്ചു. പൗലോസ് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പൗലോസിന് ഒരു രോഗത്തിൽ കൂടി കടന്നു പോകുവാൻ ദൈവം അനുവദിച്ചു. പൗലോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. പൗലോസിന് കിട്ടിയ മറുപടി, എന്റെ കൃപ നിനക്ക് മതി. പൗലോസ് പറഞ്ഞു, മതി കർത്താവേ, ആ കൃപ മതി. പിന്നീട് താൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. നമ്മൾ ആരെങ്കിലും ഇന്ന് ഭാരങ്ങളിൽ കൂടി പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നോ? ഭാരപ്പെടേണ്ട. ദൈവം നിങ്ങളെ കൃപ ഏൽപ്പിക്കാൻ പോകുന്നു. നിങ്ങളുടെ മേൽ കൃപ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നാം സേവിക്കുന്ന ദൈവം ഹല്ലേലൂയ സർവശക്തനാണ്. എല്ലാറ്റിനും മതിയായ ഒരു നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഈ ദൈവത്തെ സേവിക്കാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഈ രക്ഷ നമുക്ക് സൗജന്യമായിട്ട് വീട്ടിലിരുന്ന് കിട്ടിയ രക്ഷ
കഴിഞ്ഞ ദിവസം ഈ പെസഹ വ്യാഴാഴ്ച ദുഃഖവെള്ളിയാഴ്ച സമയത്ത് നമുക്കറിയാം, നാട്ടിലും വിവിധ ഇടങ്ങളിലും അനേകര് കുരിശെടുത്തുകൊണ്ട് മുട്ടയില് എഴഞ്ഞ് നടക്കുകയാണ്. എന്തിന്? പാപക്ഷമ കിട്ടുമെന്ന് വിചാരിച്ച് കിലോമീറ്ററുകൾ മുട്ടയും നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നും ചെയ്യാതെ വീട്ടിൽ കാർപ്പറ്റിന്റെ പുറത്ത് മുട്ടുമടക്കിയപ്പോൾ അവർക്ക് ലഭിക്കാത്ത പാപക്ഷമ നമ്മുടെ വീട്ടിൽ കൊണ്ടെത്തിച്ച ഈ നല്ല കർത്താവിനെ പ്രൈസ് ഗോഡ് എത്രയധികം നാം സ്തുതിക്കണം. നാം ഒന്നും ചെയ്തിട്ടല്ല. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ സ്നേഹം നമ്മെ തേടി വന്നതാണ്. അതുകൊണ്ടാണ് ഇനിയും ഹല്ലേലൂയ, ഞാൻ ഇന്നലെ വായിച്ച വാക്യം, അവൻ എന്നെ വീഞ്ഞ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, എന്റെ വീട്ടിൽ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. നാം ഇനി ഒരു വലിയ ബാങ്കറ്റ് ഹാളിലേക്ക് പോകാൻ പോവുകയാണ്. ഇന്ന് കാൽവറിയിൽ, ഇന്ന് ഈ കൃപായുഗത്തിൽ പാറിപ്പറക്കുന്ന കൃപായുഗത്തിന്റെ കൊടി കർത്താവിന്റെ ബലോടുകൂടി ഹാലവിയോടൊന്ന് മാറ്റി തന്റെ ജനത്തിന്റെ മേലാടാൻ തുടങ്ങിയാണ്. അങ്ങനെ നമ്മൾ ഒന്നിച്ച് കുഞ്ഞാടിന്റെ സദ്യയിലേക്ക് പോകുമ്പോൾ നാം എല്ലാവരും വിളിച്ചു പറയും, എന്റെ മീതെ പിടിച്ചിരിക്കുന്ന ഈ കൊടി സ്നേഹം മാത്രമാണ്. നമ്മളൊന്നും ചെയ്തിട്ടല്ല, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ തേടി വന്നത് കൊണ്ടാണ് ഈ സത്യം അറിയാൻ നമുക്ക് കഴിഞ്ഞത്. നമ്മളെവിടെ ആക്കിയിരിക്കുന്നത് ഈ സത്യം അറിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഈ സത്യത്തിലേക്ക് കടന്നു വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമേ, അവരുടെ ഹൃദയം ഒന്ന് തുറക്കണമേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം. ദൈവസന്നിധിയിൽ എത്രത്തോളം നന്ദിയുള്ളവരായിരിക്കണം. ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ആ കാര്യം ചിന്തിച്ചു തുടങ്ങി. ദൈവവചനം ദൈവാത്മാവിനെ ഓർപ്പിച്ചു. പ്രൈസ് ഗോഡ്. അതെങ്ങനെയാണ്? അനേകർ 3 ദിവസമായി കർത്താവിന്റെ വചനം കേൾപ്പാനായിട്ട് കൂടി വന്നു. 5000 പുരുഷന്മാർ തന്നെ, അതിലധികം സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരിക്കാം. 3 ദിവസമായിട്ട് അവർ ദൈവസന്നിധിയിലിരിക്കുന്നു. അവർക്ക് വിശന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നു. അവരവിടെ നിന്ന് ഒരു പയ്യനെ പിടിച്ചിട്ട് അവന്റെ കയ്യിലിരുന്ന 5 അപ്പവും 2 മീനും കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുപോയി. എന്നിട്ടുള്ള വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. കർത്താവ് ആ അപ്പം കരങ്ങളിൽ എടുത്തു. എന്നിട്ട് അടുത്ത വാക്ക് വാഴ്ത്തി. അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ഹി ഗേവ് താങ്ക്സ്. എന്നെ ചിന്തിപ്പിച്ചത് എന്തിനു വേണ്ടി? കർത്താവ് താങ്ക്സ് കൊടുത്തു. ചിലപ്പോ 3 ദിവസം മുമ്പ് ചുട്ട ഉണങ്ങിയ അപ്പമാണ്. ആ പയ്യന് പോലും ചിലപ്പം തികയത്തില്ലായിരിക്കും. അത്രയ്ക്ക് നിസ്സാരമായ ആ 5 അപ്പത്തിന് കർത്താവ് പിതാവായ ദൈവത്തിന് നന്ദി കൊടുത്തെന്ന്. ആരുടെ കയ്യിലായി അപ്പ ഇരിക്കുന്നത്? സർവജടത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ വെറും നിസ്സാരമായ ഉണങ്ങിയ 5 അപ്പം വന്നിട്ട് 40 നീണ്ട വർഷം മരുഭൂമിയിൽ ലക്ഷോപലക്ഷങ്ങൾക്ക് മന്ന ദിവസവും ഫ്രഷ് ആയിട്ട് പൊഴിച്ചു കൊടുത്ത ആ ദൈവത്തിന്റെ കരങ്ങളിൽ, ആകാശത്തെ ചാണുകൊണ്ട് വിരിച്ച ചാണുകൊണ്ട് അളന്ന ആ കരങ്ങളിൽ, ഭൂമിയിലെ വെള്ളത്തെ വെറും കുമ്പിളിൽ കൊള്ളിക്കുന്ന ആ വലിയ കരത്തിൽ, നമ്മളെയൊക്കെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്ന ആ വലിയ കരത്തിൽ ഈ ചെറിയ ഉണങ്ങിയ 5 അപ്പം കെട്ടിട്ട് കർത്താവ് നന്ദി അർപ്പിച്ചെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്ത എത്ര നന്മകൾക്ക്, നമ്മൾ നിസ്സാരമെന്ന് മാറ്റിവെച്ച എത്ര നന്മകൾക്ക് നാം നന്ദി അർപ്പിക്കാൻ ബാക്കി കിടക്കുന്നു. എന്തുകൊണ്ട് നാം അനുഗ്രഹിക്കപ്പെടുന്നില്ല? ലഭിച്ചതിനനുസരിച്ച് നന്ദി ദിവസത്തിൽ ചെന്നിട്ടില്ല. ആ 5 അപ്പത്തിന്, വെറും നിസ്സാരമെന്ന് തോന്നുന്ന 5 അപ്പത്തിന് കർത്താവിന് അപ്പം വെറും നിസ്സാരമാണ്, അല്ലെ? കർത്താവ് കൽപ്പിച്ചാൽ അവിടെ ഉള്ളവർക്ക് മുഴുവൻ അപ്പം ലഭിക്കും. എന്നാൽ ലഭിച്ചതിന് കർത്താവ് ദൈവത്തിന് നന്ദി അർപ്പിച്ചു. നമ്മുടെ കയ്യിൽ ലഭിച്ചതിന് നന്ദി അർപ്പിക്കാമെങ്കിൽ ആ ലഭിച്ചതിനെ അനേകർക്ക് പ്രയോജനമുള്ളതാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. പ്രിയപ്പെട്ടവരെ,
നിങ്ങൾക്ക് ലഭിച്ച ചെറിയ ജോലിയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാമെങ്കിൽ അത് അനേകരെ പോഷിപ്പിക്കുവാൻ, തക്കവണ്ണം പൊലിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ ഭവനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കൂ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കൂ. ദൈവം അതിനെ അനേകം മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാൻ സർവശക്തനാണ്. എത്ര നല്ല ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവത്തെ സേവിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യം അതെത്ര വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ഓ, ഈ കർത്താവ്, ഈ സർവ്വത്തിന്റെ ഉടയവനായ ദൈവം നമ്മെ വീണ്ടെടുക്കാനായിട്ട് ഒരു മനുഷ്യകോലത്തിൽ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നല്ലോ എന്നോർത്ത് നാം നന്ദിയുള്ളവരായിട്ട് ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 25-ാം വാക്യം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. മതി മതി. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, എന്നെക്കാൾ വചനം അറിയാവുന്ന ആൾക്കാരെല്ലാം ഇരിക്കുന്നത് എനിക്കറിയാം. പക്ഷെ ദൈവജനം പറയുന്ന പോലെ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുക, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഈ വചനത്തിൽ ഉള്ളത് ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ച് ഉണർത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, മനഃപ്പാഠം അറിയാവുന്ന ഒരു ഭാഗമാണ്. യോബ് പറയുന്നൊരു ഭാഗം, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലർക്കും ഇല്ലാത്ത വലിയൊരു അറിവ് യോബ് പറയുന്നു, എനിക്കുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വീണ്ടെടുക്കുന്ന ഒരുത്തനുണ്ടെന്ന് വലിയ അറിവൊന്നും ഇല്ലാതാണ് നമ്മുടെ ജീവിതം. ഓ, ഇങ്ങനെ പെട്ടുപോയല്ലോ ഇതിനകത്ത് എന്നുള്ള രീതിയിലാണ് പലരും ജീവിക്കുന്നത്. നോ, ജീവിതത്തിൽ അനേകം നന്മ അനുഭവിച്ച യോബ്, പുത്രസമ്പത്ത്, മൃഗസമ്പത്ത്, നാട്ടിലെ മാനം, പൊസിഷൻസ്, പദവികൾ എല്ലാം അനുഭവിച്ച യോബ് അതെല്ലാം ഓരോ ദിവസങ്ങളിൽ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു. അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അവന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു. അവൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. യഹോവ തന്നു, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഒടുവിൽ ഉണ്ടായിരുന്ന ശരീരം, അതിനെയും പിശാച് കയറി പിടിച്ചു. സ്വന്തം ഭാര്യ പറഞ്ഞു, നിന്റെ ശ്വാസം എനിക്ക് അസഹ്യമാണ്. പ്രൈസ് ഗോഡ്. യോബിന് അറിയത്തില്ല ആരൊക്കെ അവന്റെ കൂടെ ഉണ്ടെന്ന്. പക്ഷെ അവനറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള അറിവ് അവനുണ്ട്. സമ്പത്തുണ്ടായിരുന്നപ്പം യോബിന്റെ കൂടെ നിൽപ്പാൻ ഒത്തിരി പേര് ഉണ്ടായിരുന്നു എന്ന് യോബിനറിയാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്ന്. ദാറ്റ് ഈസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. യോബിന് കുറെ പേരുണ്ടായിരുന്നു. എപ്പോ? നല്ല സമയത്ത് ഒത്തിരി പേരുണ്ടായിരുന്നു. ആ ഭാര്യ വന്ന് അച്ചായാന്ന് മുഴുവനും വിളിക്കത്തില്ലായിരുന്നു. ഇപ്പൊ വന്നിട്ട് പറയാം, നിന്റെ ശ്വാസം എനിക്ക് അസഹ്യം. കൂടെ നിൽക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. കഷ്ടതയിൽ ഇവരൊക്കെ മാറിക്കളഞ്ഞു. പക്ഷെ അപ്പോഴും ഈ യോബിന് ഒരൊറ്റ ഉറപ്പുണ്ട്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. നാം ഭാരങ്ങളിൽ കൂടി കടന്നു പോകുമ്പോ ഈ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഒന്നിനും നമ്മെ തകർക്കുവാൻ കഴിയത്തില്ല. ഈ ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ലോകത്തിൽ ഒരു ശക്തിക്ക് നമ്മെ തകർക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ശാരീരിക വേദനകളോ പീഡകളോ നഷ്ടങ്ങളോ ഇതൊന്നും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയാൻ കഴിയത്തില്ല. കാരണം ഈ ഒരു ഉറപ്പ് യോബിനുണ്ട്. അതുകൊണ്ടാണ് ദേവദാസന്മാർ പറയുന്ന വചനത്തിൽ ഉറയ്ക്കണം. ഇന്നത്തെ ആത്മീയ ലോകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഇളക്കപ്പെരുക്കത്തിൽ ഇങ്ങനെ പോവുകയാണ്, അല്ലേ? ഇങ്ങനെ കുറെ ബഹളം വെക്കുക, അല്ല കുറെ കാര്യങ്ങളൊന്നുമില്ല. ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന 2 മണിക്കൂറത്തെ ആരാധന, അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ആരാധകനുമല്ല, നമ്മുടെ ജീവിതമേ ആരാധനയാണ്. ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ, നമ്മുടെ ഓരോ നിമിഷങ്ങളും ആരാധനയാണ്. ആരാധന
ആരാധനയിൽ നിന്ന് മാറ്റാൻ ഒരിക്കലും പറ്റത്തില്ല. ഇവിടെ നടക്കുന്നത് സ്തുതി സ്തോത്ര യാഗങ്ങൾ നമ്മൾ ദൈവത്തെ അർപ്പിക്കുകയാണ്, ആരാധനയുടെ ഭാഗമാണ്. എന്നാൽ നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന് ആരാധനയാണ്. ഇവിടെ യോബ് പറയുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അറിവ് എനിക്കുണ്ട്. ആ അറിവുണ്ടെങ്കിൽ എന്താ പ്രത്യേകത? ആ അറിവുള്ളോണ്ട് അവൻ ഇനി പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ആ അറിവുള്ളത് കൊണ്ട് എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം, ഇവിടെ പുതിയ ട്രാൻസ്ലേഷൻ, ഞാൻ ദേഹസഹിതനായി എന്റെ ദൈവത്തെ കാണും. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ഈ അഴിഞ്ഞ ശരീരമായിട്ട് എന്നും ഇരിക്കാൻ ദൈവം എന്നെ സമ്മതിക്കത്തില്ല. കാരണം എന്നെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ അറിവ് നമുക്കുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, വീണ്ടെടുപ്പുകാരനെ പറ്റിയുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ധന്യമായി. പ്രൈസ് ഗോഡ്. ഞാൻ ഈ വാക്യം എടുത്തെങ്കിലും ഈ ഭാഗത്ത് നിൽക്കാനായിട്ടല്ല ഞാൻ ചിന്തിച്ചത്. വീണ്ടെടുപ്പുകാരനെ തപ്പിപ്പോകുന്ന മറ്റൊരു കുടുംബത്തെയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഏത് കുടുംബമാണ്? നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിലേക്ക് കടന്നു പോകാം. അവിടെ ബേത്ലഹേമിൽ ക്ഷാമം ഉണ്ടായപ്പോൾ ഒരു കുടുംബം, എലിമേലേക്കിന്റെ കുടുംബം, അവിടെ നിന്നും എവിടേക്ക് പോയി? മോവാബ് എന്ന സ്ഥലത്തേക്ക് ചേക്കേറി പാർത്തു. കാരണം ബേത്ലഹേമിൽ ക്ഷാമം. അവർ താൽക്കാലിക ശമനത്തിന് വേണ്ടി അവിടെ നിന്നും മോവാബിലേക്ക് കടന്നുപോയി. പോകുന്ന ആരൊക്കെയാണ്? എലിമേലേക്ക്, നവോമി, മഹ്ലോൻ, കില്യോൻ എന്നുള്ള 4 അംഗ കുടുംബം ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് കടന്നുപോയി. കാലങ്ങൾ കുറെ കഴിഞ്ഞു. അവർ കുടുംബമായിട്ട് അവിടെ പാർത്തു. മക്കൾ പ്രായമായവരായിരുന്നു. അവർക്ക് മോവാബിയ സ്ത്രീകളുമായിട്ട് വിവാഹം ചെയ്തു. ജാതികളുമായിട്ട് ഇടകലരരുതെന്നാണ് ഇസ്രായേലിനുള്ള പ്രമാണം. പക്ഷേ അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അവരോർത്തു, ഏതായാലും മോവാബിൽ വന്നു, ഇവിടെ അങ്ങ് സെറ്റിലാകാം. ഇവിടെ സെറ്റിലാകുമ്പോൾ ഇനിയിപ്പം നാട്ടിൽ ചെന്ന് പിള്ളേർക്ക് കല്യാണമൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇവിടെ ഉള്ളവരെ തന്നെ അങ്ങ് കല്യാണം കഴിപ്പിച്ച് ഇവിടെ അങ്ങ് സെറ്റിലാകാമെന്ന് വിചാരിച്ച് അവരുടെ 2 ആൺമക്കൾക്ക് മോവാബിയ സ്ത്രീകളെ വിവാഹം ചെയ്തു. കാലങ്ങൾ കുറെ അങ്ങോട്ട് പോയി. എലിമേലേക്ക് മോവാബിൽ വെച്ച് മരിച്ചു. പിന്നെ ആ കുടുംബം ഈ മക്കളുടെ സംരക്ഷണയിൽ വളർന്നുകൊണ്ടിരുന്നു. കാലം പിന്നെയും ചെന്നു. മഹലോനും കിലിയോനും വലിയ താമസമില്ലാതെ മരിച്ചുപോയി. മോവാബിൽ ഇവർ 10 വർഷമേ താമസിച്ചുള്ളൂ. ഈ 10 വർഷത്തിനിടയിൽ അവരുടെ പുരുഷപ്രജ മുഴുവൻ തീർന്നുപോയി. പുരുഷപ്രജകളൊക്കെ തീർന്നു. തീരാ നഷ്ടത്തിലിരിക്കുന്ന കുടുംബം. ഒരറിവ് അവർക്കുണ്ടായി. എന്താണ്? ബേത്ലഹേമിൽ ക്ഷാമം തീർന്നു എന്നുള്ള ഒരു അറിവ് അവർക്കുണ്ടായി. അവർ തീരുമാനിച്ചു, ഇവിടെ ഇനി കിടന്നിട്ട് കാര്യമില്ല, മോവാബിൽ ഇനി കിടന്നിട്ട് യാതൊരു കാര്യമില്ല. അവൾ തന്നെ പറയുന്നു, ഞാൻ നിറഞ്ഞവളായിട്ട് വന്നു, ഒഴിഞ്ഞവളായിട്ട് പോകുന്നു. മോവാബ് ഇനിയും പറ്റത്തില്ല, ഇനിയും പോവാണെന്ന് തീരുമാനിച്ച് നവോമി മരുമക്കളെ യാത്ര അയക്കുന്നു. ഓർപ്പായോട് പറഞ്ഞപ്പോ ഓർപ്പ പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ച് അവളുടെ വീട്ടിലേക്കും, വേറൊരു വാക്യം അവിടെ ഉണ്ട്, അവളുടെ ദേവന്മാരുടെ അടുക്കലേക്കും മടങ്ങിപ്പോയി. അടുത്തത് രൂത്തിന്റെ അടുക്കൽ അമ്മച്ചി വന്നു. എന്നിട്ട് അവളോട് പറഞ്ഞു, നിനക്കും വേണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞപ്പോ രൂത്ത് എന്താ പറഞ്ഞെന്നറിയാമോ? നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും പറയല്ലേ. നീ പോകുന്നിടത്തേക്ക് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചാർക്കപ്പെടും. പ്രൈസ് ഗോഡ്. ഈ രൂത്ത് ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനമെടുത്തത്?
നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എന്റെ ജനം. കാരണം എന്താ ഈ രൂത്ത് തീരുമാനമെടുത്തത്? നിന്റെ ദൈവം എന്റെ ദൈവം. എന്നെ വളരെ ചിന്തിപ്പിച്ചത്, ഈ മോവാബിൽ ജനിച്ചു വളർന്ന സ്ത്രീയാണ് രൂത്ത്. അവൾക്ക് യഹോവയായ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ നവോമി യഹൂദ സ്ത്രീയാണ്. ഈ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ നവോമിയുടെ ദൈവമായ യഹോവയെ പറ്റി രൂത്തിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ലഭിച്ചു. സാഹചര്യം നിങ്ങൾ ഓർക്കണം. യഹോവയെ സേവിക്കുന്ന നവോമിയുടെ സാഹചര്യം നിങ്ങൾ ഓർക്കണം. അവർ പട്ടിണി മാറ്റാൻ വേണ്ടി വന്നതാണ്. വന്നിട്ട് അവളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു, മൂത്താൺമകൻ നഷ്ടപ്പെട്ടു, ഇളയ ആൺമകനും നഷ്ടപ്പെട്ടു. പക്ഷെ അവർക്ക് നഷ്ടപ്പെടാത്ത ഒന്നുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അവളുടെ ദൈവത്തിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. രൂത്ത് എന്താ നവോമിയോട് പറ്റി നിന്നത്? നവോമി ദൈവത്തോട് പറ്റി നിന്നതുകൊണ്ട് രൂത്ത് നവോമിയോട് പറ്റി നിന്നു. ഇവളെ പറ്റി നിന്നാൽ ചിലതൊക്കെ സാധിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം മോവാബിലും ദേവന്മാരുണ്ട്. അതാണ് ഓർപ്പ അവരുടെ ദേവന്മാരുടെ അടുക്കിലേക്ക് പോയെന്ന് പറഞ്ഞു. അപ്പൊ ഇവളോടും പറയുന്നു, നീയും നിന്റെ പിതൃഭവനത്തിലേക്കും നിന്റെ ദേവന്മാരുടെ അടുക്കലേക്കും പോയിക്കൊള്ളാന്ന് പറഞ്ഞു. ഇപ്പൊ ഇവർക്കും കുറെ ദേവന്മാരെയൊക്കെ അറിയാം. ഇവരുടെ ദേവന്മാരെ അവരുടെ ആൾക്കാരും തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് പറ്റി നിൽക്കുന്ന ഒരു ബന്ധമാണ്. പക്ഷെ നവോമിയെ നോക്കിയപ്പോ ദൈവം ഇവർക്ക് ഒന്നും കൊടുത്തിട്ടില്ല. എന്താ കൊടുത്തത്? കൊടുത്തതോടെ എടുത്തു കളഞ്ഞു. പട്ടിണി മാറ്റാൻ പോലും നിവർത്തിയില്ലാത്ത അവസ്ഥയിലും ഇതാ ഒരു സ്ത്രീ രൂത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. അപ്പം രൂത്തിന് മനസ്സിലായി, ഇവളുടെ ദൈവം സാധാരണ ദൈവമല്ല, എന്തോ പ്രത്യേകത ഇവളുടെ ദൈവത്തിനുണ്ട്. അവൾ തീരുമാനിച്ചു, ഞാനും ഇവളെ കൂടെ പോകും. കാരണം നിന്റെ ദൈവം എന്റെ ദൈവം. പ്രിയപ്പെട്ട പ്രിയ വിശ്വാസികളെ, നാം ഭാരങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മെ കാണുന്നവർ പറയണം, നിന്റെ ദൈവത്തിന് എന്തോ പ്രത്യേകതയുണ്ട്. ഇപ്പോഴും നീ ദൈവത്തോട് പറ്റി നിൽക്കുന്നെങ്കിൽ ഞങ്ങളുടെ ദൈവം പോലല്ല നിങ്ങളുടെ ദൈവം. ഇന്നലെ ഞാൻ ഓർപ്പിച്ചല്ലോ, ശൂന്യക്കാരത്തിയോട് ഹല്ലേലൂയ അവർ ചോദിച്ചതുപോലെ അവരടിച്ച് മുറിവേൽപ്പിച്ചപ്പോഴും ശൂന്യക്കാരത്തി ചോദിക്കുന്നു, എന്റെ പ്രിയൻ എവിടെ? ഇത് കണ്ടാണ് അവർക്ക് മനസ്സിലാവുന്നില്ല. അടി കൊണ്ട് മുറിവേറ്റപ്പോഴും ഇവർക്ക് വേറൊന്നുമല്ല, പരിഭവമല്ല അവൾ പറയുന്നത്. അവള് ചോദിക്കുന്നത്, എന്റെ പ്രിയനെ നിങ്ങൾ കണ്ടുവോ? അപ്പൊ അവര് ചോദിക്കാണ്, നിന്റെ പ്രിയൻ എന്ത് വിശേഷതയുള്ളൂ? അപ്പൊ അവർക്ക് ചാൻസ് കിട്ടി. അവൾ പറയുന്നു, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 അതിശ്രേഷ്ഠ. ഇവിടെ ഇതാ നവോമി തന്റെ കഷ്ടത്തിൽ യഹോവയോട് പറ്റി നിന്നത് കൊണ്ട് ഇവൾ കൂടുതൽ സുവിശേഷം ഒന്നും പറയാതെ ഇതാ രൂത്ത് ഇവളോടൊത്ത് ഇറങ്ങിത്തിരിക്കും. എന്ത് കണ്ടിട്ടാണ്? ഒരു സ്ത്രീ യാതൊരു അഷ്ടിക്ക് വകയില്ലാത്ത ഒരു വൃദ്ധമാതാവിന്റെ കൂടെ ആ രൂത്ത് ഇറങ്ങിത്തിരിക്കാൻ കാരണം അവൾ പറ്റി നിൽക്കുന്ന ഒരു ദൈവത്തെ രൂത്ത് കണ്ടു. എന്തുകൊണ്ട്? നമ്മുടെ വിശ്വാസ ജീവിതം കണ്ടിട്ട് എത്ര പേര് ദൈവത്തിലേക്ക് വരുന്നുണ്ട്. ഇവന്റെ ജീവിതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവൻ ചില കാര്യസാധ്യത്തിന് വേണ്ടിയല്ല ദൈവത്തോട് പറ്റി നിൽക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഹല്ലേലൂയ, യഹോവയുടെ ദൈവം എന്ന് പറയുവാൻ കഴിവുള്ളവളായിരുന്നു നവോമി. അവളെ കണ്ടിട്ട് രൂത്ത് പറയുന്നു, മോവാബിലേതൊന്നും എനിക്ക് വേണ്ട, ഞാൻ നിന്നോടൊത്ത് വരുന്നു. സമയം മുന്നോട്ട് പോകുന്നല്ലോ, ഞാൻ ഓടിപ്പോകട്ടെ. അവർ അവിടെ നിന്ന് നടന്ന് ബേത്ലഹേമിലെത്തി. ബേത്ലഹേമിലെത്തിയപ്പോൾ പഴയ ആൾക്കാരൊക്കെ നവോമിയെ കാണാൻ വന്നു. അവളെ നവോമി എന്ന് വിളിച്ചപ്പോൾ നവോമി പറയുന്നത്, എന്നെ അങ്ങനെ വിളിക്കരുത്, എന്നെ നിങ്ങൾ മാറ എന്ന് വിളിക്കൂ. ഞാൻ നിറഞ്ഞവളായി ഇവിടെ നിന്ന് പോയി ഒഴിഞ്ഞവളായിട്ട് മടങ്ങി വന്നിരിക്കുന്നു. അങ്ങനെ അവർ ബേത്ലഹേമിൽ ചെന്ന് താമസിച്ചു. ഇനി കാര്യങ്ങൾ നടക്കണ്ടേ. ഈ നവോമി വൃദ്ധമാതാവാണ്. ഈ രൂത്ത് കാലാവർക്കാനായിട്ട്
ഇറങ്ങിത്തിരിച്ചു. നമുക്കറിയാം, ഇസ്രായേലിന് പ്രമാണം കൊടുക്കുമ്പോൾ നിങ്ങൾ പഴയ നിയമഭാഗങ്ങൾ വായിക്കാമെങ്കിൽ നിങ്ങൾ കണ്ടം കൊയ്യുമ്പോൾ അതിന്റെ അതിര് ചേർത്ത് കൊയ്യരുത്, മുന്തിരി തല്ലുമ്പോൾ അത് കാല പറക്കരുത്, അത് വിധവകൾക്കും അനാഥർക്കും പരദേശികൾക്കും വിട്ടേക്കണമെന്ന് യഹൂദന്മാർക്ക് പ്രമാണം കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ സാധുക്കള് വന്ന് കാല പറക്കുന്ന ഒരു പതിവ് അവിടെ ഉണ്ട്. ഇങ്ങനെ രൂത്ത് ഒരു നല്ല കണ്ടം കണ്ടിട്ട് അതിനകത്ത് ചാടി, എന്നിട്ട് കാല പറക്കുന്നത്. കാല പറക്കി പോകുമ്പോ ഇതാ ഒരു വന്നിട്ട് ചോദിക്കുന്നു, ആ നിൽക്കുന്ന അവൾ ആരാണ്? ഇവിടെ ഒരു കൊയ്ത്തുമതി മെഷീനൊന്നുമില്ല, 100 കണക്കിന് ആൾക്കാര്. വലിയ ബോവസിനെ പറ്റി പറയുന്നത് അവൻ മഹാ ധനികനായിരുന്നു, വലിയ പാടവനാണ്. പക്ഷെ അവന്റെ കണ്ണ് കാലാ പറക്കുന്ന രൂത്തിന്റെ മേൽ പതിഞ്ഞു. എന്താണ്? പറ്റി നിൽക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ വീണ്ടെടുപ്പുകാരന് മനസ്സിലാകും. എത്ര പേര് കണ്ടത്തിലുണ്ടെങ്കിലും പറ്റി നിന്നവളെ ഒരുത്തിയെ കണ്ടിട്ട് വീണ്ടെടുപ്പുകാരൻ ചോദിക്കുന്നു, ഇവള് ആരാണ്? ഒത്തിരി പേര് കാലവർക്കം വന്നിട്ടുണ്ട്. പക്ഷേ ഹല്ലേലൂയ, പറ്റി നിന്ന ഒരു സ്ത്രീ അവൾ ആരാണെന്ന് ചോദിക്കുന്നു, വീണ്ടെടുപ്പുകാരൻ ചോദിക്കുന്നു. അങ്ങനെ അവിടെ കാലയൊക്കെ പറക്കി ബോവസ് പറയുന്നു, വേലക്കാരോട് പറയുന്നു, നിങ്ങൾ സാധാരണ അവിടെ ഇടുന്നതിലും കൂടുതൽ കറ്റകളിൽ നിന്ന് വലിച്ച് ചിലത് അവിടെ ഇട്ടേക്കാൻ പറയുന്നത് അല്ലേ? ഞാൻ എല്ലായിടത്തും വായിപ്പിക്കുന്നില്ല. സാധാരണ കണ്ടിക്കുമ്പോൾ പോകുന്നത് അവിടെ ഇട്ടേക്കാനാണ് പ്രമാണം. ഇവിടെ പറയുന്നു കറ്റകളിൽ നിന്ന് വലിച്ച് അവിടെ ഇട്ടേക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നാം അനുഭവിക്കുന്ന നന്മകളൊക്കെ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞിട്ട് ചില കറ്റെന്നൊക്കെ വലിച്ചിട്ടതാണ് അല്ലേ? നമ്മുടെ അർഹത കൊണ്ട് എന്തെങ്കിലും കിട്ടിയതാണോ? അർഹത കൊണ്ട് പറക്കാനേ ഉള്ളൂ. കറ്റകളിൽ നിന്ന് വലിച്ചിട്ട് നമുക്ക് തന്നില്ലേ? അത് തന്നെയോ? അല്ലെങ്കിൽ തന്റെ ആഹാരത്തിന്റെ അംശം ബോവസ് അവൾക്ക് കൊടുക്കും. ഇതൊക്കെ കിട്ടി സന്തോഷത്തോടു കൂടി അവൾ വീട്ടിൽ പോകുന്നു. പ്രൈസ് ഗോഡ്. വീട്ടിൽ ചെന്നിട്ട് എന്താ പറയുന്നത്? അമ്മച്ചോട് പറയുന്നു, ഞാനിങ്ങനെ ഒരാളുടെ വയലിലായിരുന്നു, വേല ചെയ്തു. ആ ഭാഗം ഒന്ന് വായിച്ചേ. നിന്നോട് ആദരവ് കാണിച്ചെന്ന് കേൾക്കപ്പെട്ടവനെന്ന് പറഞ്ഞു. താൻ ഇന്ന ആളുടെ അടുക്കലായിരുന്നു വേല ചെയ്തതെന്ന് അവൾ അമ്മാവിയമ്മയോട് അറിയിച്ചു. ബോവസ് എന്നൊരു ആളുടെ അടുക്കലായിരുന്നു ഞാൻ ഇന്ന് വേല ചെയ്തതെന്ന് പറഞ്ഞു. നവോമി മരുമകളോട്, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനുമാവുമെന്നും നവോമി അവളോട് പറഞ്ഞു. മതി മതി മോളെ, നീ വേറൊരു വയലിലും പോകണ്ട. കാരണം അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനിൽ ഒരുത്തനാകുന്നു. പ്രൈസ് ഗോഡ്. അവിടെ നമ്മൾ ആദ്യ ഭാഗത്ത് വായിക്കുന്നത്, രൂത്ത് ഭാഗ്യവശാൽ ഇറങ്ങിയത് ബോവസിന്റെ വയലിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഭാഗ്യവശാൽ വന്ന് ചാടിയതാണ്. പക്ഷെ ഇനി ദൈവം പറയുന്നു, വയൽ വിട്ടെങ്ങും പോകേണ്ട കാര്യമില്ല. കാരണം അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ഹല്ലേലൂയ. അബദ്ധത്തിൽ വന്ന് ഈ വയലിൽ ചാടിയതല്ല, ഭാഗ്യവശാൽ. ഒന്നുകൂടെ പറയണത്, ഭാഗ്യവശാൽ ദൈവം കൊണ്ട് ഈ വയലിൽ ചാടിച്ചതാണ്. ഇവിടെ ചാടിയിട്ടും വിഷമിച്ചിരിക്കുകയാണോ? വേണ്ട, വേറൊരു വയൽ തേടി പോകേണ്ട കാര്യമില്ല. കാരണം അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ആര്? ഈ വയലിന്റെ ഉടമസ്ഥൻ. പ്രൈസ് ഗോഡ്. ഭാഗ്യവശാൽ അവൻ ബോവസിന്റെ വയലിൽ വന്നു. അവളോട് അമ്മായിമ്മ പറഞ്ഞു കൊടുത്തു, അവൻ നിന്റെ വീണ്ടെടുപ്പുകാരനെ ഒരുത്തനാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ അമ്മായിമ്മ അവൾക്കൊരു വഴി പറഞ്ഞു കൊടുക്കുന്നു. അവിടെ കളം തോറ്റുന്ന സമയത്ത് ബോവസ് രാത്രിയിൽ വയലിൽ കിടക്കുമ്പോ നീ അറിയാതെ ചെന്നിട്ട് പുതപ്പ് നോക്കി അവിടെ കിടക്കണം. ഇവളങ്ങനെ കുളിച്ച തൈലം പൂശി വയലിൽ രാത്രിയിൽ ചെന്നു. എന്നിട്ട് ബോവസ് കിടന്നുറങ്ങുമ്പോ ആ ചെറുത് പുതപ്പ് നോക്കി അവിടെ കിടന്നു. ബോവസ് രാത്രി ഉണർന്നു.
എന്നിട്ട് ചോദിക്കുന്നു ആരാണെന്ന് ചോദിക്കുന്നു. അപ്പൊ അവൾ അവളെ തന്നെ പരിചയപ്പെടുത്തുന്നു. ബോവസ് അവളോട് പറഞ്ഞു, മകളെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ. ദരിദ്രന്മാരോ ധനവാന്മാരോ ആയ ബാല്യക്കാരെ നീ പിന്തുടരാതിരിക്കാൻ ആദ്യത്തേതിൽ അധികം ദയ ഒടുവിൽ കാണിച്ചിരിക്കുന്നു. ആകയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നൊക്കെ ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എന്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ. എങ്കിലും എന്നേക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഈ രാത്രി താമസിക്കാം. നാളെ അവൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചായിട്ടുണ്ടാവും. അവൻ നിവർത്തിക്കട്ടെ. വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിപ്പാൻ അവന് മനസ്സില്ലെങ്കിലോ യഹോവയാണ് ഞാൻ നിനക്ക് വീണ്ടെടുപ്പുകാരന്റെ മുറ നിവർത്തിച്ചു തരും. മതി. അവിടെ വലിയൊരു ആത്മീയ മർമ്മമുണ്ട്. പ്രൈസ് ഗോഡ്. ബോവസ് രണ്ടാമത്തെ വീണ്ടെടുപ്പുകാരനാണ്. ഇതിലും അടുത്തൊരു ബന്ധു ഇവർക്ക് ബേത്ലഹേമിലുണ്ട്. അപ്പം ബോവസിന്റെ അടുക്കലാണ് ഇവള് ചെന്നത്. ബോവസ് പറയുന്നു, ഇന്ന് രാത്രി താമസിക്കാം, നാളെ ഞാൻ അവനോട് സംസാരിച്ചിട്ട് വീണ്ടെടുപ്പുകാരന്റെ മുറ ഞാൻ നിവർത്തിക്കാം. എന്നിട്ട് അവനെ വിളിച്ചിട്ട് പിറ്റേന്ന് രാവിലെ അവനെ വിളിച്ചിട്ട് ബോവസ് ചോദിക്കുന്നു, നീ വന്നേ, ഇവിടെ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് പോയ നവോമി തിരികെ വന്നിരിക്കുന്നു. നീ അവര് വിട്ടിട്ട് പോയ വസ്തുവകകളൊക്കെ വീണ്ടെടുത്ത് അവർക്ക് കൊടുക്കാൻ സമ്മതമാണോ? അവർക്കുള്ള പ്രമാണമാണ്, ഇസ്രായേൽ മക്കൾക്കുള്ള പ്രമാണമാണ് അടുത്ത ചർച്ചക്കാരൻ വീണ്ടെടുക്കണം എന്നുള്ളത്. അവൻ പറഞ്ഞ ഏറ്റെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ റെഡിയാന്ന് പറഞ്ഞു. അപ്പം കൂടെ ബോവസ് പറഞ്ഞു, നവോമി തന്നെയല്ല, നവോമിയുടെ കൂടെ വന്ന രൂത്ത് എന്ന മോവാബ്യ സ്ത്രീയെ കൂടെ നീ എടുക്കണം എന്ന് പറഞ്ഞപ്പോ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞു, പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ ആദ്യത്തെ വീണ്ടെടുപ്പുകാരൻ? അത് ന്യായപ്രമാണമാണ്. ന്യായപ്രമാണത്തിന്റെ അടുക്കൽ ആർക്കേ പ്രവേശനമുള്ളായിരുന്നു? ഇസ്രായേലിന് മാത്രം, യഹൂദന്മാർക്ക് മാത്രമേ. അവ നവോമി ഇസ്രായേലി സ്ത്രീയാണ്. അവളുടെ കാര്യം പറഞ്ഞു വീണ്ടെടുപ്പുകാരൻ പറഞ്ഞു, ഓക്കെ റെഡി. ഒരു ജാതീയ സ്ത്രീയായ രൂത്തിന്റെ കാര്യം പറഞ്ഞപ്പോ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞു, പറ്റത്തില്ല, അതിനുള്ള പ്രൊവിഷൻ എന്റെ കയ്യിലില്ല. അവനവിടെ പറയുന്നത് എന്റെ അവകാശം നഷ്ടമാക്കും. പ്രൈസ് ഗോഡ്. പുതിയ നിയമത്തിൽ പറയുന്നു, ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചു. ന്യായപ്രമാണം രണ്ട് കൈയും പൊക്കി പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ന്യായപ്രമാണം പറഞ്ഞു, യഹൂദന്മാരെ ഞാൻ വീണ്ടെടുത്തോളാം. ജാതികളായ നമ്മുടെയൊക്കെ കാര്യം പറഞ്ഞ ഉടനെ ന്യായപ്രമാണം പറഞ്ഞു, പറ്റില്ല, എന്റെ കയ്യിൽ ജാതികളായ ഇവരെയൊക്കെ വീണ്ടെടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ബോവസ് ഇറങ്ങി വന്നു. ബോവസ് പറഞ്ഞു, ഞാൻ എടുത്തോളാം. പ്രൈസ് ഗോഡ്. ന്യായപ്രമാണത്തിന് കഴിയാൻ സാധിപ്പിപ്പാൻ ദൈവം നമ്മുടെ മതത്തിലേക്ക് മനുഷ്യവേഷത്തിലാകുക. ന്യായപ്രമാണം കൈയൊഴിഞ്ഞ നമ്മെ, അതായത് ജാതികളായിരുന്ന നമ്മെ വീണ്ടെടുക്കാൻ. അവിടെ വീണ്ടെടുപ്പാരെ പറഞ്ഞ എന്റെ അവകാശം നഷ്ടപ്പെടുത്തേണ്ടി വരും. കർത്താവായ യേശുവിന് സ്വർഗത്തിലുണ്ടായിരുന്ന സകല മഹിമകളും നമ്മെ ഓർത്ത് നഷ്ടപ്പെടുത്തേണ്ടി വന്നു. എന്റെ അവകാശം നഷ്ടപ്പെടുത്തേണ്ടി വരും. കാരണം ജാതിയെ വീണ്ടെടുക്കാന് ന്യായപ്രമാണത്തിൽ ഒരു പഴുതുമില്ല. അവകാശം നഷ്ടപ്പെടുത്തിയിട്ട് സ്വർഗകുമാരൻ ഭൂമിയിൽ ഇറങ്ങി വന്നു. നല്ല ബോവസ് നമ്മെ വീണ്ടെടുക്കാൻ തേടി വന്നു. ഇവിടെ ഹല്ലേലൂയ. അങ്ങനെ ഈ ആദ്യത്തെ വീണ്ടെടുപ്പുകാരൻ കൈയൊഴിഞ്ഞപ്പോ രണ്ടാമത്തെ വീണ്ടെടുപ്പുകാരനായ ബോവസ് ഇവളെ കൈയേറ്റു. ആ രാത്രിയില് വരുന്ന രംഗം, ഇവൾ രാത്രി പമ്മി ബോവസിന്റെ അടുക്ക ചെന്നു. ഇവള് വയലിലായിരുന്നപ്പോഴും വളരെ ആത്മീയ മർമ്മങ്ങളുള്ള ഒരു ഭാഗമാണ്. ഇവള് വയലിൽ പറക്കാൻ പോയതാണ് അല്ലെ. പക്ഷേ ഇവക്ക് കതിരുകളൊക്കെ കിട്ടുമ്പോഴും ഇവളുടെ കണ്ണ് എവിടെയാണെന്ന് അറിയാമോ? ഇവളുടെ കണ്ണ് ബോവസിലായിരുന്നു. ഇന്ന് ആത്മീയ ലോകത്തിൽ കതിരിലേക്കും മണികളിലേക്കും മാത്രം ഈ വയലിറങ്ങുന്ന കണ്ണായിരിക്കുന്നു.
ഇവളിങ്ങനെ കുനിഞ്ഞു പറക്കുമ്പോൾ നോക്കുന്നത് എന്തെന്നറിയാമോ? ബോവസ് എന്ത് ചെയ്യുന്നതാണ്. നമ്മുടെയൊക്കെ നോട്ടം എങ്ങോട്ടാണ്? ജീവിതത്തിൽ കർത്താവ് തരുന്ന നന്മ അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ് പലരും. ഈ നന്മകൾ പൊഴിച്ചിടാൻ പറഞ്ഞ ബോവസിനെ പറ്റി തിരക്കുന്നു പോലുമില്ല, അല്ലേ? ഇവൾ മഹാബുദ്ധിമതിയായിരുന്നു. ഇവള് കുനിഞ്ഞു പൊറുക്കുമ്പോഴും ഇവളുടെ കണ്ണ് ബോവസ്. അവൾ എന്താണെന്നറിയാം, ഭയങ്കര ബുദ്ധിയാണത്. ഇവൾ വിചാരിച്ചു ഇവനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെന്താ, ഈ വയല് മുഴുവൻ സ്വന്തമാകത്തില്ലേ? ഈ ബുദ്ധി പലർക്കും നമുക്കൊന്നും ഇല്ല. ഇവിടെ കർത്താവിനെ കയറി പിടിച്ചോ, ബാക്കി മുഴുവൻ നിനക്കുള്ളതാ. പക്ഷെ നമുക്കത് വേണ്ട. ഈ പുറക്കിയിടുന്നത്, ഈ ഊരിയിട്ടിരിക്കുന്നത് പറക്കാൻ നമ്മൾ ഭയങ്കര ബിസിയാണ്, അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ നമ്മളിങ്ങനെ ഡ്യൂട്ടി ബാങ്ക്, ഡ്യൂട്ടി കഴിഞ്ഞ് ബാങ്ക്, അങ്ങോട്ട് മാറി ഡ്യൂട്ടി, ഇങ്ങോട്ട് മാറി, ഇതിലങ്ങ് ബിസിയാണ്. ബോവസിനെ തപ്പാൻ നമുക്ക് പലപ്പോഴും സമയമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആകരുത്. എല്ലാ നന്മകൾ അനുഭവിക്കുമ്പോഴും നമ്മുടെ കണ്ണ് ബോവസിൽ നിന്ന് മാറിപ്പോകരുത്. ഇവൾ രാത്രിയിൽ ബോവസിന്റെ അടുക്ക ചെന്നു. അന്നേരം ബോവസ് പറഞ്ഞു, വന്നത് കൊള്ളാം. കാരണം ബോവസ് സമൂഹത്തിൽ മാന്യനാണ്. ഒരു സ്ത്രീ ചുമ്മാ കയറി പുതപ്പ് കയറി അവിടെ കിടന്നു കഴിഞ്ഞാല് ബോവസ് അവിടുത്തെ ഒരു ചെറിയ രാജാവാണ്. ബോവസ് നാണക്കേടാണ്. അതുകൊണ്ടാണ് രാവിലെ പണിക്കാർ വരുന്നതിന് വേണ്ടിയിട്ട് പൊക്കോണം എന്ന് പറഞ്ഞു. അവളോട് പറഞ്ഞു, ഇന്ന് രാത്രി കിടന്നു. എല്ലാരും കർത്താവിന്റെ അടുക്കല് എങ്ങനെയാണെന്നറിയാമോ? ഇതുപോലാണ്. രാത്രി ചെല്ലും. അപ്പം ഇന്നലെ ഞാൻ ഓർപ്പിച്ചല്ലോ, നിക്കോദിമോസ് ഒക്കെ വന്ന പോലെ. പക്ഷെ ബോവസിന്റെ ആഗ്രഹം എങ്ങനെയാണെന്നറിയാമോ? ഈ ഇരുട്ടത്തുള്ള പരിപാടിയല്ല. ബോവസ് പറയുന്നത്, പകൽ ഞാൻ ആ മുറ നിവർത്തിക്കും. എന്നിട്ട് എന്താ ചെയ്തത്? വീണ്ടെടുപ്പുകാരനൊക്കെ കൈ ഒഴിഞ്ഞ് മാറിയപ്പോ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ നവോമിയെ വീണ്ടെടുക്കാൻ പോകാണ്. ആ കൂട്ടത്തിൽ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും വീണ്ടെടുക്കും. എന്നിട്ട് ആർഭാടപൂർവമായിട്ട് രൂത്തിനെ കല്യാണം കഴിച്ചു. ഇപ്പോഴത്തെ രൂത്തുമാര് ഈ കല്യാണം ആണ് പറയുമ്പോൾ പറയും, എനിക്കിങ്ങനെ രാത്രിയില് വന്ന് കണ്ടാ മതി. കാരണം ഞാൻ ഒന്ന് കെട്ടിയതാണ്. അവിടെ ചെല്ലേ കില്യോനെ ഒന്ന് കെട്ടിയതാണ്. ഞാൻ ഒന്ന് കെട്ടിയതാണ്, ഇനി പരസ്യമായിട്ട് കെട്ടത്തില്ലെന്ന് പറയും. ആ കെട്ടിയോൻ തട്ടിപ്പോയത് കൊണ്ട് രണ്ടാമതും പരസ്യമായിട്ട് കെട്ടിയേ പറ്റുള്ളൂ. ഈ ബോവസ് അങ്ങനെ രഹസ്യത്തിൽ നമ്മളെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബോവസ് മഹാമാന്യനാണ്. ബോവസിനോട് ചേരണമെങ്കിൽ പരസ്യമായിട്ട് ചേരണം. അതാണ് ദൈവം പറയുന്നത്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. എന്തുകൊണ്ട്? എല്ലാവർക്കും ബോവസിനെ ഇഷ്ടമാണ്, ബോവസിന്റെ വയൽ ഇഷ്ടമാണ്. ബോവസിനെ എങ്ങനെയും കിട്ടിയാൽ കൊള്ളാം. പക്ഷെ രാത്രിയിൽ മാത്രമേ ചെല്ലത്തുള്ളൂ, പബ്ലിക്കായിട്ട്. ബോവസ് പറഞ്ഞു, വന്നത് കൊള്ളാം, ഇന്ന് രാത്രി ഇവിടെ കിടന്നു, നാളെ നേരം വെളുത്താൽ ഇതിനുള്ള പരിഹാരം. പ്രിയപ്പെട്ടവരെ, രാത്രി വന്നോ കുഴപ്പമില്ല, എല്ലാ രാത്രിയും പോകരുത്. ഒരു രാത്രി പോയി ബോവസിനെ പരിചയപ്പെട്ടു, പിന്നെ ബോവസ് ആഗ്രഹിക്കുന്നത് പരസ്യമായിട്ട് നിന്നെ സ്വന്തമാക്കാനാണ്. നാട്ടുകാരുടെ മുമ്പിൽ യേശുവിനെ വീണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് യേശുവിനോട് ചേരണം എന്നാണ് ബോവസ് ആഗ്രഹിക്കുന്നത്. അതാണ് വിശ്വാസ സ്നാനം. രഹസ്യമായിട്ട് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതാണ് രാത്രിയിൽ ബോവസിന്റെ അടുക്ക പോകുന്നത്. പക്ഷെ എന്നും ഈ രാത്രി പരിപാടി കൊണ്ട് നിൽക്കരുത്. ഹല്ലേലൂയ. പകൽ മാന്യന്മാരുടെ മുമ്പിൽ ഈ ബോവസിന്റെ കൈ പിടിക്കണം. അതിന് നമ്മൾ എത്ര പേര് തയ്യാറാണ്? അങ്ങനെ ചെയ്തപ്പോൾ സംഭവിച്ചെന്താണ്? ബോവസിനെ സ്വന്തമാക്കിയത് കൊണ്ട് ബോവസിനുള്ള സകല സമ്പത്തിന്റെയും അവകാശിയായി അവൾ തീർന്നു. ഇതാണ് ബുദ്ധി. അന്ന് ആ കതിരിലും മണികളിലുമായിരുന്നു അവളുടെ കണ്ണ് എങ്കിൽ ഈ വയലിന്റെ ഉടമസ്ഥാവകാശം അവൾക്ക് നഷ്ടപ്പെട്ടു പോയി. ഭാഗ്യവശാൽ അവളുടെ കണ്ണ് ബോവസിൽ നിന്ന് പറിക്കാതിരുന്നത് കൊണ്ട് സർവത്തിന്റെയും ഉടമയായി അവൾ തീർന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പിൽ പറക്കിക്കൊണ്ടു നിന്ന സ്ത്രീയെ ഇന്നിതാ
ബോവസിനോട് കൂടി അവന്റെ മണിയറ പങ്കിടുന്നു. ആരാണ് മണിയറ പങ്കിടുന്നത്? പറക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇന്നും പല വിശ്വാസികളും പറക്കികളായിട്ട് തന്നെ നിൽക്കുമ്പോ ഹല്ലേലൂയ കൂടെ പറ്റി നിന്ന ചിലര് മണിയറ പങ്കിടാൻ സമയമായി. എല്ലാരും ഒന്നും അങ്ങ് എത്തിച്ചേരത്തില്ല. ബോവസിന്റെ നന്മ അനുഭവിച്ച അനേകർ അവയിലുണ്ടായിരുന്നു. മണിയറ ഇവരാരും പങ്കിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ചില തീരുമാനങ്ങൾ എടുത്ത് പരസ്യമായിട്ട് ദൈവത്തോട് കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ് മണിയറയെ കൊണ്ടുപോകാൻ നല്ല ബോവസാന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. പലരും പറയും എനിക്ക് ദൈവം അത് തന്നു ഇത് തന്നു, അതുകൊണ്ട് ദൈവം എന്നെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. പലരും ചിന്തിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് നമ്മളെല്ലാം വലിച്ചേട്ടി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ആരും ചിന്തിക്കരുത്. ബോവസിനോടുള്ള നല്ല മനസാക്ഷിയോടുകൂടി അവനോട് പറ്റിയിരിക്കുന്നവരെ മാത്രം മണിയറയിൽ അതിന് നമ്മൾ എത്ര പേര് തയ്യാറാണ്? ബോവസിന്റെ നന്മ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ പ്രശ്നം ബോവസിനെ വേണ്ട. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണ് അങ്ങനെ ആയരുത്. അവിടെ എന്താണ് സംഭവിച്ചത്? അവരുടെ കുടുംബജീവിതത്തിൽ ഒരു മകനെ ലഭിച്ചു. അവന് ആരാണ്? ഓബേദ് എന്ന് പേരിട്ടു. ഹല്ലേലൂയ. അത് ദാവീദിന്റെ വല്യപ്പച്ചനായിരുന്നു. ഈ മോവാബ്യ സ്ത്രീക്ക് ലഭിച്ച ഭാഗ്യം ഓർക്ക്. യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തിൽ ജനിച്ച ആ ഭവനത്തിന്റെ ഒരു കണക്കിന് യേശു ക്രിസ്തുവിന്റെ വല്യമ്മച്ചയായി തീരുവാൻ ഈ മോവാബ്യ സ്ത്രീക്ക് ഭാഗ്യം ലഭിച്ചു. ദൈവവചനത്തിൽ പ്രമാണം കൊടുത്തപ്പോ പറഞ്ഞു, മോവാബ്യർ ദൈവസന്നിധിയോട് അടുക്കരുത്, അവരുടെ 10ാം തലമുറ പോലും ദൈവസന്നിധിയിൽ വരരുതെന്ന് പ്രമാണമിരിക്കെ പറ്റി നിൽപ്പാൻ തയ്യാറായ ഒരു സ്ത്രീയെ പ്രമാണങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ വല്യമ്മച്ചിയാക്കുവാൻ സ്വർഗം കനിഞ്ഞു. നിയമങ്ങൾ അവിടെ കിടക്കട്ടെ, നമ്മളിൽ എത്ര പേര് പറ്റി നിൽക്കാൻ തയ്യാറാണ്? ഹല്ലേലൂയ. വയലിലുള്ള നന്മയിലും നമ്മുടെ കണ്ണ് പതിഞ്ഞു പോകരുത്. ഈ മരുഭൂമി യാത്രയിൽ ഇവിടെ ലഭിക്കുന്ന ചില സുഖങ്ങൾക്കോ ഹല്ലേലൂയ അതിലൊക്കെ നമ്മുടെ കണ്ണ് പതിഞ്ഞു അനുഭവിച്ചോ കുഴപ്പമില്ല. നമ്മുടെ കണ്ണ്, നമ്മുടെ ഫോക്കസ് ഇതിലായി പോകരുത്. വല്ല വിധേനയും ഹല്ലേലൂയ മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇതൊക്കെയും ചപ്പന്നും ചവറന്നു കൊണ്ടുന്നു. ഇതായിരുന്നു നല്ല ബോവസാകുന്ന കർത്താവിനെ രുചിച്ചറിഞ്ഞ പൗലോസിന്റെ സാക്ഷ്യം. നമ്മുടെ സാക്ഷ്യം എന്താണ്? ബോവസിന്റെ വയലിലെ കറ്റകളുടെ വലിപ്പം പറയുകയല്ലേ നമ്മുടെ സാക്ഷ്യം? അവിടെ നിന്ന് പറക്കിയ മണികളുടെ അളവ് ഹല്ലേലൂയ വിളിച്ചു പറയുന്നതല്ലേ നമ്മുടെ സാക്ഷ്യം? എന്നാൽ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് ബോവസിനെ പറ്റി പറയുന്നതാണ്. അവൻ എന്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നതാണ്. ആ വീണ്ടെടുപ്പുകാരനെ പറ്റി അറിവുണ്ടായിരുന്ന ഹല്ലേലൂയ യോബ് വിളിച്ചു പറയുന്നു, എന്റെ തൊപ്പൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പോയാലും എനിക്ക് ഒരറിവുണ്ട്, എന്നെ വീണ്ടെടുക്കുന്ന ഒരുത്തനുണ്ട്. ഈ അറിവും ഈ ഉറപ്പും പ്രാപിച്ച് ജീവിക്കാമെങ്കിൽ ലോകത്തിലൊന്നും നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തട്ടിക്കളയത്തില്ല. ഈ അറിവ് പ്രാപിക്കാമെങ്കിൽ, ഈ ബോവസിനെ പ്രാപിക്കാമെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടും? ബോവസിനുള്ള സകലതും കിട്ടും. പ്രൈസ് ഗോഡ്. അന്ന് കാലാവർക്കിക്കൊണ്ട് നടന്നവർ ഇന്നും കാലാവർക്കിക്കൊണ്ട് നടക്കണം, അല്ലേ? കഴിഞ്ഞ വർഷം പറക്കിയവർ ഇന്നും പറക്കാൻ വരുമ്പോ, കഴിഞ്ഞ വർഷം പറക്കിയ രൂത്ത് ബോവസിന്റെ മകനെ മടിയിൽ വെച്ച് താലോലിക്കുകയാണ്. അവൾക്ക് ലഭിച്ച ഭാഗ്യം. അവളോടൊത്ത് കഴിഞ്ഞ നാളുകൾ കാലാവർക്കിക്കൊണ്ടിരുന്നവർ ഇന്നും കാലാവർക്കി ജോലി ആയിട്ട് തുടരുമ്പോൾ അവൾ കാലാവർക്കി കണ്ടത്തിലൂടെ ഉടമസ്ഥന്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ച് അതിനെ ഇന്ന് കയ്യിൽ പിടിച്ച് താലോലിച്ചുകൊണ്ടിരിക്കുവാൻ ഭാഗ്യം അവൾക്ക് ലഭിച്ചു. ഇത്ര സൗഭാഗ്യത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ കണ്ണ് വയലിൽ ഉടക്കി പോകരുത്. അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടി അവനിൽ നിന്ന് മാറിപ്പോകരുത്. ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കൂ. അവനെ കിട്ടിയാൽ സകലതും കിട്ടി. റോമാലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 31, 32
വാക്യങ്ങളൊന്ന് വായിക്കും. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുന്നു. മതി മതി മതി. ഈ ബോവസിനെ ഇങ്ങോട്ട് തരാമെങ്കിൽ പിന്നെ ബോവസിന്റെ വായിലെ ചില കാര്യങ്ങളാണ് തരാതിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ബുദ്ധിയോടുകൂടെ പ്രവർത്തിച്ചു. ബോവസിനെ കയറി കെട്ടിപ്പിടിച്ചോ, വിടരുത്. വയല് മുഴുവൻ നിന്റെ സ്വന്തമാണ്. നന്മയ്ക്ക് വേണ്ടി പിന്നെ ആരോടും ബെഗ് ചെയ്യേണ്ട കാര്യമില്ല. അവൾ കണ്ടെത്തി ചെന്നിട്ട് ആ കടം തുറ്റുന്നവരോട് കൈനീട്ടേണ്ട കാര്യമില്ല. അവൾക്ക് അവിടെ നിന്ന് ബോവസിനോട് പറഞ്ഞാൽ മതി. ഇവിടെ ഇതാ പറയുന്നു, ഇത് സംബന്ധിച്ച് നാം എന്ന് പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ബോവസിനെ പിടിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ബോവസിനുള്ളതിനെ പിടിക്കണ്ട. അതുകൊണ്ടാണ് ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവ എന്റെ ഇടയനാണെന്ന് പറഞ്ഞിട്ട് പറയുന്നു. യഹോവ മുന്നിൽ പോകുന്നു, ഞാൻ ആ ഇടയന്റെ പിന്നാലെ പോകുന്നു. എന്താ സംഭവിക്കുന്നത്? നന്മയും കരുണയും എന്നെ പിന്തുടരും. പ്രൈസ് ലോർഡ്. ഇന്ന് മനുഷ്യൻ നന്മയുടെയും കരുണയുടെയും അല്ലിയ പുറകെ, ഇടയൻ വേറെങ്ങാണ്ട് കിടക്കുകയാണ്. നോ, അങ്ങനെ ആകരുത്. നിങ്ങൾ ഇടയനെ നോക്കി പൊക്കോളൂ. ഈ ഇടയന്റെ കൂടെ പോകുമ്പോ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ നന്മയാണ് വേണ്ടിയതെന്ന് മുന്നിൽ നിൽക്കുന്ന ഇടയൻ അറിയാം. അതൊക്കെ നിങ്ങളുടെ പിന്നാലെ വരും. പ്രൈസ് ഗോഡ്. ക്രിസ്തുവിനെ കിട്ടിയാൽ നിങ്ങൾക്ക് സകലതും കിട്ടി. ഒരു ചെറിയ കഥയിൽ കൂടി ഞാനത് വിവരിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ കഥ, ഹൂ വിൽ ടേക്ക് ദ സൺ എന്നുള്ള സ്റ്റോറി. പല ഈ മാധ്യമങ്ങളിൽ കൂടി പലയിടത്തും വന്നിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഒരു രാജ്യത്ത് ഒരു ധനികനായിരുന്ന പിതാവ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു ഏക മകൻ ഉണ്ടായിരുന്നു. ഈ പിതാവിൻ്റെ ഭാര്യ മരിച്ചുപോയി. പിന്നെ ഈ ഏക മകനെ വളരെ ലാളനയോടുകൂടി ഈ പിതാവ് വളർത്തിക്കൊണ്ടുവന്നു. ചെറുപ്പം മുതൽ ഈ മകന് വേണ്ടി ഈ പിതാവ് ജീവിച്ചു. മഹാസമ്പന്നനായ ഈ പിതാവ് ഈ തൻ്റെ ഏകജാതനായ മകന് വേണ്ടി ജീവിച്ചു. അവൻ വളർന്ന് ആരോഗ്യദൃഢഗാത്രനായ ഒരു യുവാവായി തീർന്നു. നല്ലൊരു സുമുഖനായ യുവാവായി തീർന്നു. ആ സമയത്ത് ആ രാജ്യത്ത് യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ഇവനെ നിർബന്ധിത സൈനിക സേവനത്തിന് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഈ യുവാവ് വീട്ടിൽ നിന്നും യുദ്ധ മുന്നണിയിലേക്ക് പോയി. ഈ പിതാവ് ഇവനെ ഓർത്ത് ഹല്ലേലൂയ ദുഃഖിച്ചുകൊണ്ടിരുന്നു. എന്ന് തന്നോട് ഉണ്ടായിരുന്ന ഈ മകൻ, തന്റെ സ്നേഹമാകുന്ന മകൻ തന്നെ അടുക്കൽ നിന്ന് പോയതോർത്ത് താൻ വിഷമിച്ചു. പക്ഷെ അവനെ പറ്റിയുള്ള ഓർമ്മകളുമായിട്ട് താൻ ഇങ്ങനെ ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ ദുഃഖവാർത്ത എത്തി. താൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ആ മകൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയി എന്നുള്ള വാർത്ത. ഈ പിതാവ് തകർന്നു പോയി. താൻ ജീവിച്ചത് തന്നെ ഈ മകന് വേണ്ടിയാണ്. വേറെ ആരും ഈ പിതാവിനില്ല. ഈ മകനെ ഓർത്തിട്ട് അദ്ദേഹം കല്യാണം പോലും കഴിച്ചിട്ടില്ലായിരുന്നു. ആ മകൻ ഇതാ നഷ്ടപ്പെട്ടു പോയി. തൻ്റെ ജീവിതകാലം മുഴുവൻ ഈ ദുഃഖവും പേറി ഓരോ ദിവസവും ഈ പിതാവ് കഴിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ ആ വീട്ടിലേക്ക് കടന്നു വന്നു. അദ്ദേഹം തന്നെ പരിചയപ്പെട്ടു. ഞാൻ നിങ്ങളുടെ മകനോടുകൂടി യുദ്ധത്തിലുണ്ടായിരുന്ന ഒരു പടയാളിയാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരേ ക്യാമ്പിൽ താമസിച്ചു, ഒരേ റൂമിൽ അന്തി ഉറങ്ങി. എന്നിട്ട് അദ്ദേഹം താൻ കൊണ്ടുവന്നൊരു വലിയ പൊതിക്കെട്ട് തുറന്നിട്ട് പറഞ്ഞു, ഞാൻ അല്പമൊക്കെ പെയിന്റ് ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ മകൻ മരിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് അവനെ ഇരുത്തി ഞാൻ വരച്ച ഒരു പടമാണ് എന്ന് പറഞ്ഞിട്ട് ഈ പടം ആ പിതാവിൻ്റെ കൊടുത്തു. പിതാവ് മഹാസമ്പന്നനാണ്. പക്ഷേ ഈ പടം കണ്ടിട്ട് ഹല്ലേലൂയ താൻ അതിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്തായിട്ട് ഈ പടത്തെ സൂക്ഷിച്ചു. തൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ വളരെ പെയിന്റിങ്സുകൾ കളക്ട് ചെയ്യുന്ന ഹോബിയാണ്. വലിയ വലിയ കലാകാരന്മാരുടെ ഒറിജിനൽ പെയിന്റിങ്സ് തൻ്റെ വീട്ടിലുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ മൂല്യമുള്ളതായിട്ട് ഈ മകന്റെ പടം അദ്ദേഹം സൂക്ഷിച്ചു. കുറെ കാലം കൂടെ കഴിഞ്ഞപ്പോൾ ഈ പിതാവ് മരിച്ചുപോയി. എന്നിട്ട് ഇദ്ദേഹം അതിനു മുമ്പ് വില്ലെഴുതിയിരുന്നു.
അതിന് പ്രകാരം അവിടുത്തെ സോളിസിറ്റർ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് ഈ വ്യക്തിയുടെ പ്രോപ്പർട്ടീസ് ഓപ്ഷൻ ചെയ്യുന്ന ദിവസം വന്നു. അങ്ങനെ പത്രത്തിൽ പരസ്യം ചെയ്തു. ഓപ്ഷൻ നടക്കുകയാണ്. പെയിന്റിങ്സുകളുടെ ഓപ്ഷൻ നടക്കുകയാണ്. കോടികൾ വിലമതിക്കുന്ന ഒറിജിനൽ പെയിന്റിങ്സ് അത് ലേലം ചെയ്യാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപകളുമായിട്ട് അനേക ധനവാന്മാർ അവിടെ വന്നു. അവിടെ ഇങ്ങനെ ലേലം തുടങ്ങി. ഓപ്ഷനെയർ ആദ്യം ഈ മകന്റെ പടം എടുത്തു പിടിച്ചു. എന്നിട്ട് വിളിച്ചു ചോദിക്കുന്ന ചോദ്യമാണ് ആ കഥയുടെ ഹെഡ്ലൈൻ, ഹൂ വിൽ ടേക്ക് ദ സൺ? ഹൂ വിൽ ടേക്ക് ദ സൺ? അവരൊക്കെ ഇങ്ങനെ അക്ഷമരായിട്ട് നോക്കിയിരിക്കുകയാണ്. ആരും ഈ പടം ലേലം വിളിക്കുന്നില്ല. കാരണം ഇതങ്ങനെ പ്രശസ്തരൊന്നും വരച്ച പടമല്ല. അവരവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ലിയനാർഡോ ദാവിൻസിയുടെയും മൈക്കൽ ആഞ്ചലോയുടെ ഒക്കെ മേടിക്കാനാണ്, പാബ്ലോ പിക്കാസോടെ ഒക്കെ എടുക്കാൻ പറഞ്ഞു മാസ്റ്റർ പീസസ്. പക്ഷെ ഈ ഓപ്ഷൻ മിണ്ടുന്നില്ല. അയാൾ പിന്നെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹൂ വിൽ ടേക്ക് ദ സൺ? ഹൂ വിൽ ടേക്ക് ദ സൺ? ഇവർക്കൊക്കെ ആ ഓഡിയൻസിന് ദേഷ്യം വന്നു. എന്നിട്ട് ആർക്കെങ്കിലും കൊടുക്കുക, അത് മാറ്റിവെക്കുക. പക്ഷേ ഇയാൾ വഴങ്ങുന്നില്ല. ഇയാൾ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹൂ വിൽ ടേക്ക് ദ സൺ? അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഓഡിയൻസിന്റെ പുറകിൽ നിന്ന് ഒരു പടുവൃദ്ധൻ കൂനി കൂനി ഇതിനു മുമ്പിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അത് ലേലത്തിൽ പിടിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ $10 ഉണ്ട്. ഇത് തരാം, ഈ പിക്ചർ തരാമെന്ന് ചോദിച്ചു. ഈ ഓപ്ഷനെയർ പറഞ്ഞു, ഇതിന് $10 വന്നിട്ടുണ്ട്, വേറെ ആരെങ്കിലും വിളിക്കുമോ? ഇപ്പോഴത്തേനും അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അത് അയക്ക് കൊടുത്ത് ഇത് തീർക്കാൻ പറഞ്ഞു. ആ $10 മേടിച്ചിട്ട് ഈ മകന്റെ പടം ആ വൃദ്ധന് കൊടുത്തു. എന്നിട്ട് അടുത്ത കവർ എടുത്തിട്ട് ഈ ഓപ്ഷനെയർ വിളിച്ചു പറഞ്ഞു, ഓപ്ഷൻ തീർന്നിരിക്കുന്നു. പണച്ചാക്കുകളുമായിട്ട് വന്ന ധനവാന്മാർ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഞങ്ങൾ വലിയ വലിയ പടങ്ങൾ ലേലത്തിൽ പിടിക്കാൻ വന്നതാണ്, ഞങ്ങൾ എന്തിനെ അപമാനിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, ഈ ഓപ്ഷനെയർ പറഞ്ഞു, ഐ ആം സോറി, എന്റെ കയ്യിൽ ഞാൻ പോലും അറിയാത്ത ഒരു സീക്രട്ട് ബില്ലുണ്ടായിരുന്നു. അതിൽ എഴുതി വച്ചിരുന്നു, എന്താണ്, എൻ്റെ സർവസമ്പത്തിനും അനന്തരാവകാശികളില്ല. എൻ്റെ ഈ മകന്റെ പടം ഓപ്ഷൻ ചെയ്യുക. ആ പടം ലേലത്തിൽ പിടിക്കുന്നത് ആരോ അവർക്ക് എൻ്റെ സകല പെയിന്റിങ്സുകളും എൻ്റെ സകല എസ്റ്റേറ്റുകളും വീടും ധനവും അവന് കൊടുക്കുക. ആ കയറി വന്ന വ്യക്തി ആരായിരുന്നു അറിയാമോ? ദീർഘകാലം ഈ വീട്ടിലെ ഗാർഡൻ ആയിരുന്ന ഒരു പടുവൃദ്ധനാണ്. ഈ മകൻ ആരാണെന്ന് മനസ്സിലായിട്ട് അദ്ദേഹം തൻ്റെ ഉള്ള ഏക സമ്പാദ്യം കൊടുത്തിട്ട് അത് വാങ്ങി. ആ കഥ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഫോർ ദ ലാസ്റ്റ് 2000 years God the Father is calling out, who will take the son? Who will take the son? ആർക്കും ഈ മകനെ മനസ്സിലാകുന്നില്ല. മനസ്സിലായോര് പാദത്തിൽ വീണി മകനെയും കൊണ്ടുപോകുന്നു. ഇന്നും പിതാവായ ദൈവം വിളിച്ചു ചോദിക്കുന്നു, who will take the son? Who will take the son? ഈ മകന്റെ പടവുമായിട്ട് ലേലത്തിൽ പിടിച്ച വ്യക്തി അയാളുടെ പോലും അറിയാതെ അയാളുടെ ജീവിതകാലം മുഴുവൻ എണ്ണി തീർക്കാൻ കഴിയാത്ത വലിയൊരു സമ്പത്തിനുടമയായി തീർന്നു. ഇതൊരു കഥയാണ് പ്രിയപ്പെട്ടവരെ. ഇതിൽ വലിയ പാഠം പഠിക്കാനുണ്ട്. ആ മകനെ ലേലത്തിൽ പിടിച്ചത് ഈ കഥകളൊന്നും അറിഞ്ഞിട്ടില്ല വൃദ്ധൻ. ഈ മകനോടുള്ള സ്നേഹം കൊണ്ട് ആ മകന്റെ ഒരു പിക്ചർ മേടിച്ചതാണ്. പക്ഷേ അയാള് പോലും അറിയാതെ വലിയൊരു സമ്പത്തിന്റെ ഉടമയായി മാറിയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ സ്വർഗത്തിലുള്ള സകല അനുഗ്രഹത്തിന്റെയും ഉടമ നമ്മൾ പോലും അറിയാതെ പ്രിയപ്പെട്ടവരെ, നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എണ്ണി തീർക്കാൻ പറ്റാത്ത സൗഭാഗ്യങ്ങൾ കണ്ടിട്ട് നാം പോലും വണ്ടറടിക്കും. കർത്താവേ, അന്ന് കർത്താവേ ഇതൊന്നും അറിഞ്ഞല്ലോ ഞാൻ നിന്നെ സ്വീകരിച്ചത്, പക്ഷെ ഈ മഹാഭാഗ്യത്തിന് എന്നെ യോഗ്യനാക്കിയല്ലോ ഓർക്കാം. നമ്മുടെ വരുംകാല നിത്യത മുഴുവൻ
നാം കർത്താവിനെ വാഴ്ത്തും. ഇവിടെ ഇതാ പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്നു, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നൽകാതിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങൾ ഓർത്താണോ നിങ്ങൾ വിലപിക്കുന്നത്? നിങ്ങൾ ചില വിഷയങ്ങൾ ഓർത്താണോ വിലപിക്കുന്നത്? സ്വന്തം പുത്രനായിരുന്നു ദൈവത്തിന് ഏറ്റവും വലുത്. ആ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നെ. വേറൊന്നും അതിൽ വലിയ കാര്യമല്ല ദൈവത്തിന്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുക. പ്രൈസ് ഗോഡ്. ഈ കർത്താവിനെ നിങ്ങൾ പിടിക്കൂ. ഈ കർത്താവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തൂ. ഈ കർത്താവിനെ സ്വീകരിച്ചാൽ വയലിലെ നന്മയും ഭവനത്തിലെ നന്മയും മണിയറയുടെ സൗഭാഗ്യങ്ങളും ഈ ബോവസ് സൗജന്യമായിട്ട് തരും. അവൻ എന്റെ വീണ്ടെടുപ്പുകാരൻ. ഗ്ലോറി, ഹല്ലേലൂയ. ഇവിടെ യോബ് പറയുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന്. ഇനി അവൻ ഒരു ദിവസം കൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇന്ന് വാക്കാൽ ഈ അറിവിനാൽ നമ്മുടെ ഹൃദയം നാം ആവലാദികൾ പറഞ്ഞ് വേവലാദികൾ പറഞ്ഞ് വയലിൽ വട്ടമടിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നുള്ള ഉറപ്പോടുകൂടി ഓരോ ദിവസം ജയകരമായ ക്രിസ്ത്യ ജീവിതം ചെയ്യാൻ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദേഹം ക്ഷയിച്ചവൻ, ഹല്ലേലൂയ, നന്മ നഷ്ടപ്പെട്ടവൻ, ഹല്ലേലൂയ, ചാരത്തിലിരുന്നു കൊണ്ട്, ഹല്ലേലൂയ, ചിരണ്ടിക്കൊണ്ടവൻ വിളിച്ചു പറയുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. നിങ്ങൾ എത്ര പേരെന്ന് പറയും? ഹല്ലേലൂയ. നിങ്ങളുടെ കഷ്ടതയെ നോക്കിക്കൊണ്ട്, ഹല്ലേലൂയ, നിങ്ങളുടെ നഷ്ടത്തെ നോക്കിക്കൊണ്ട്, നിങ്ങളുടെ ഭാരത്തെ നോക്കിക്കൊണ്ട്, നിങ്ങൾ അനുഭവിക്കുന്ന നിന്ദയെ നോക്കിക്കൊണ്ട് ഇന്ന് വാൽക്കാലം വിളിച്ചു പറയുമോ, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, അവൻ ഇനി പൊടിമേൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. താമസം വിനാ, ഹല്ലേലൂയ, നല്ല ബോവസ് തന്റെ മണിയറയിൽ നമ്മെ ചേർക്കുവാൻ ഇതാ വരുന്നു. ഗ്ലോറി. വയലിൽ നോക്കി ഇറങ്ങിയതല്ല, ബോവസിനെ നോക്കി ഇറങ്ങിയ റൂത്തിനെ പ്രൈസ് ദി ലോർഡ് തന്റെ മണിയറയിൽ പ്രവേശിപ്പിച്ചെങ്കിൽ താമസം വിനാ കർത്താവിനെ ഉള്ളത്തിൽ കൊണ്ട് നടക്കുന്ന നമ്മെ ചേർപ്പാൻ നമ്മുടെ കർത്താവ് പൊടിമേൽ നിൽപ്പാൻ സമയമായി. വരും ദിവസങ്ങളിൽ അതിനുവേണ്ടി കാത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.